ഞങ്ങളെ 100 രൂപ കൂട്ടി ചോദിച്ചപ്പോൾ ഞങ്ങളെ ആശമാരെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അവരൊരു സമിതിയെ നിയോഗിച്ചു. ആ സമിതിയുടെ കാലാവധി തന്നെ ഇപ്പം 3 മാസത്തോളമായി. അതെന്തായെന്നും അറിയില്ല. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത ഒരു സമിതിയാണ് 100 രൂപ കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ 1 വർഷം കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമല്ലോ. അപ്പോഴേ നമ്മുടെ തോൽവി എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതിയെ നിയോഗിക്കേണ്ടി വരും. അപ്പോൾ തന്നെ ഓരോ ചാനൽ ചർച്ചകളിലൂടെ ഇരുന്ന് ആശമാരുടെ സമരത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യും. അതിനൊരു അവസരം ഉണ്ടാക്കരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളൂ. ഞങ്ങൾ ഓരോ സംഗമങ്ങൾ നടത്തുമ്പോഴും ഓരോ വലിയ പരിപാടികൾ നടത്തുമ്പോഴും സർക്കാർ ഈ തരത്തിൽ നമ്മുടെ NHM ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രി ആദ്യമായിട്ട് നമ്മുടെ ആശമാരെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ സമിതി വെച്ചിട്ടുണ്ട്, അത് നടക്കട്ടെ, അതെന്താണെന്ന് വെച്ചാൽ ആ വഴിക്ക് പോട്ടെ, സമരത്തിൻ്റെ വഴിക്കെന്ന് പറഞ്ഞു. എന്നിട്ട് സർക്കാരിന് ഞങ്ങളെ പേടിയുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള പരിപാടികൾ വയ്ക്കുന്നത്. ഞങ്ങളെ പേടിക്കുക തന്നെയാണ് സർക്കാർ ചെയ്യുന്നത്. ഞങ്ങളെ പേടിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉടനെ സർക്കാർ മനസ്സിലാക്കും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.